ഹായ് വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഈസി സ്കാർസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റിലും അതുപോലെ തന്നെ സെക്കൻഡ് സം സൈക്കോളജിയിലൊക്കെ വരുന്ന മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്ന കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലും അതുപോലെ തന്നെ ഇൻക്വയറി ട്രെയിനിങ് മോഡലുമാണ്. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഫാമിലീസ് എന്നൊക്കെ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റെപ്സ് ഒക്കെ പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നീട്ടി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പാകത്തിന് എക്സാമിങ്ങാട്ടത്തല്ലോ, അപ്പോൾ എക്സാമിന് എഴുതാൻ പാകത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പോയാലോ. ഒന്നാമത്തത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഏത് ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നതാണ്. കുട്ടികളുടെ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി ഫോസ്റ്റർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ അത് എയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ് ഫാമിലിയിൽ വരുന്നതാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇനി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജെറോം എസ് ബ്രൂണറും അവരുടെ കോ അസോസിയേറ്റ്സ് ആയിട്ടുള്ള ജേക്ലൈൻ ഗുഡ്ലവും അതുപോലെ തന്നെ ജോർജ് ഓസ്റ്റിനുമാണ്. ഇവരിതിൽ പറയുന്നത്, ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ പറയുന്നത് ഒരു കൺസെപ്റ്റിൻ്റെ നേച്ചർ എന്താ, അതുപോലെ തന്നെ ഒരു കൺസെപ്റ്റ് ഫോർമേഷനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവരിതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. മക്കളെ, നമ്മളുടെ ചുറ്റുപാടും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇതെല്ലാം അതേപടി നമുക്ക് നമ്മളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ആ കാര്യങ്ങൾ പഠിക്കുന്നത്? കാറ്റഗറൈസ് ചെയ്തിട്ടല്ലേ പഠിക്കുന്നത് അല്ലേ. ഒരു കൺസെപ്റ്റുകളാക്കിയിട്ട് ഓരോ കൺസെപ്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ കൺസെപ്റ്റുകളാക്കിയിട്ടാണ് പഠിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടും അനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് ജന്തുക്കളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മറ്റ് വസ്തുക്കളെല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവയുടെ ആട്രിബ്യൂട്ട്സിനനുസരിച്ചിട്ട് അവരുടെ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് അവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കാറ്റഗറൈസ് ചെയ്യും. കാറ്റഗറൈസ് ചെയ്തിട്ട് അവയ്ക്കൊരു പേരും കൊടുക്കും. അതാണ് ആ കൺസെപ്റ്റ്. അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അനിമൽസിൽ ഒരുപാട് ജീവികൾ വരുന്നില്ലേ, ഒരുപാട് കാര്യങ്ങൾ വരുന്നില്ലേ. അനിമൽസിലെ പോലെയാണോ പ്ലാന്റ്സ് വേറൊരു കൺസെപ്റ്റാണ്. ആ പ്ലാന്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. കൺസെപ്റ്റ് ഈസ് എ മെൻ്റൽ ഇമേജ് റെപ്രസെൻറ്റിംഗ് എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഫിനോമിനൻസ് ദാറ്റ് ഒബേ എ കോമൺ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഒരു കോമൺ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒബ്ജക്ട്സിൻ്റെയും അല്ലെങ്കിൽ ഫിനോമിനയുടെയും കൂട്ടത്തിനെയാണ് നമ്മളിത് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് അനിമൽസിൻ്റെ പേരുകൾ വന്നില്ലേ, അല്ലെങ്കിൽ രൂപങ്ങൾ വന്നില്ലേ. അതാണ് ആ കൺസെപ്റ്റ്, അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ബ്രൂണറെ സംബന്ധിച്ചിടത്തോളം ജനറലൈസേഷൻ ആൻഡ് കാറ്റഗറൈസേഷൻ ആർ ദ ജനറൽ മെൻ്റൽ ടെൻഡൻസീസ് വിച്ച് ഹെൽപ്സ് എ പേഴ്സൺ ടു ഫോം എ കൺസെപ്റ്റ്. ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ജനറലൈസേഷൻ അതുപോലെ തന്നെ കാറ്റഗറൈസേഷൻ. അപ്പോൾ നമ്മൾ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു. അതിൽ നമ്മൾ ഒരുപാട് ജീവികൾ എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തു. നമ്മളെ വീട്ടിലെ ഫാനും ഫർണിച്ചറും പിന്നെ മുറ്റത്തുള്ള പൂക്കളും അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ജീവികളെ ഒക്കെ എടുത്തതിന് ശേഷം അവയുടെ നമ്മൾ എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്തു. അവയുടെ ഫീച്ചേഴ്സ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തു. എന്നിട്ട് അനിമൽസിനെ ഒക്കെ ഒരു കൂട്ടമാക്കിയതിന് ശേഷം അതിനെ നമ്മളവിടെ ജനറലൈസ് ചെയ്യുക. ഇതാണ് അനിമൽസ് എന്ന് പറയുന്നത്, ജനറലൈസ് ചെയ്യുക. അപ്പോൾ ഈ ജനറലൈസേഷനും കാറ്റഗറൈസേഷനുമാണ് ഈ ഒരു കൺസെപ്റ്റ് ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ വെച്ചിട്ട് ലെസൺ പ്ലാൻ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ടീച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കഴിയണം. അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ കുറച്ച് പിക്ചേഴ്സ് എടുക്കുക. എന്നിട്ട് ഇതിൽ അനിമൽസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അതിൽ കുറേ പിക്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അതിൽ അനിമൽസിന് അല്ലെങ്കിൽ ചില സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ചില ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എസ് മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ എസ് കൊടുക്കുക.
അപ്പോൾ എസ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, ഒരേ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ജനറലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ആന, അതുപോലെ തന്നെ മാന്, അതുപോലെ തന്നെ സിംഹം, അതുപോലെ തന്നെ ഒട്ടകം, ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്കതിനെ അനിമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിനെ അങ്ങനെ ജനറലൈസ് ചെയ്യാം. അനിമൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അനിമൽസ് എന്നാണ് ഇവയെ പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ അനിമൽസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്നതെല്ലാം പ്ലാന്റ്സ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ചിത്രങ്ങളൊക്കെ കൊടുത്തോളൂ, വല്ല എന്താ പറയുക ഫുഡിൻ്റെ പിക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തോളൂ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന ഈ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളെ മാത്രം കാറ്റഗറൈസ് ചെയ്ത് എടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇനി ഒരു കൺസെപ്റ്റിൽ വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കൺസെപ്റ്റ്, ആനിമൽ എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ മുന്നിലുണ്ടേ. അപ്പോൾ അതിൻ്റെ നെയിം എന്താണ്, അതിൻ്റെ എക്സാംപ്ലാസ് എന്താണ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണ്, അതിൻ്റെ വാല്യൂ റേഞ്ച് എന്താണ്, അതുപോലെ തന്നെ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ വരുന്ന എലമെൻറ്റ്സ്, ആ കൺസെപ്റ്റിൽ വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാറ്റഗറി ആക്കി തിരിച്ചിട്ടില്ലേ. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഒരുപാട് ഒരുപാട് ജീവികളെ നമ്മൾ തിരിച്ചിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവയ്ക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു കൺസെപ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, അനിമൽസ് എന്ന് പറയുന്ന വേർഡ്. അതാണ് ആ കൺസെപ്റ്റിൻ്റെ നെയിം പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കൺസെപ്റ്റിന് കൊടുക്കുന്ന വേർഡ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെയിം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മളെ പ്ലാന്റ്സ്, അനിമൽസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇപ്പോൾ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്താൽ അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കൂട്ടി ചേർക്കാൻ പറ്റുമല്ലോ. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആനയും പശുവും, അതുപോലെ തന്നെ നമ്മൾ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ആന, അതുപോലെ തന്നെ സിംഹം, മാന്, അതുപോലെ തന്നെ ഒട്ടകം, ഇത് മാത്രമാണ് അനിമൽസിൽ വരുന്നത്? അല്ല, ഒരുപാട് എക്സാമ്പിൾസ് അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് എക്സാംപ്ലാസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എക്സാമ്പിൾസും ഉണ്ട്, നെഗറ്റീവ് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് നമ്മൾ ഈ കൺസെപ്റ്റിനോട് ഒത്തു നിൽക്കുന്ന എക്സാമ്പിൾസ് ഉണ്ടാവുമല്ലോ, അതാണ് പോസിറ്റീവ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഈ കൺസെപ്റ്റിനോട്, അനിമൽ എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് മാറി നിൽക്കുന്ന എക്സാമ്പിൾസ് ആണ് നെഗറ്റീവ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ പോലും, പ്ലാന്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ പോലും അതിന് ചില ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ അനിമൽസ് ആണെന്നുണ്ടെങ്കിൽ അനിമൽസ് എന്താണ്, ലിവിങ് ഓർഗാനിസമാണ്, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അനിമൽസിനുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിൽ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സും നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർക്കാൻ ഏറ്റവും യോജിച്ചിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ലിവിങ് ഓർഗാനിസമാണ് അനിമൽസ് എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് അല്ലേ. ഇനി നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ആ അനിമൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ ആവശ്യമില്ലാത്ത ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. അതായത് അവരുടെ മൂവ് ചെയ്യാനുള്ള സ്പീഡ്, അതെടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് എല്ലാവർക്കും എസെൻഷ്യൽ, അതായത് നമ്മൾ ആ കാറ്റഗറൈസ് ചെയ്യാൻ അവിടെ എസെൻഷ്യൽ അല്ല അല്ലേ. അനിമൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എസെൻഷ്യൽ അല്ല. അതാണ് നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത്, നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ടിൽ വരുന്നത്. ഇനി ഈ ഓരോ ആട്രിബ്യൂട്ടിനും നമുക്ക് ഒരു റേഞ്ച് ഉണ്ടാവും അല്ലേ. എത്രത്തോളം ആ ഒരു കൺസെപ്റ്റിനോട് അടുത്ത് കിടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത്. ചില കൺസെപ്റ്റുകൾ, ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ സൈസാണ് അല്ലെങ്കിൽ ഷേപ്പാണ്, ഇതിനൊക്കെ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മണിയാണ് എന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും ചില കൺസെപ്റ്റ് നമുക്ക് റേഞ്ച് കണക്കാക്കാൻ പറ്റാത്തതുമുണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്തത് റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അതിനൊരു നെയിം കൊടുത്തു, കുറേ എക്സാമ്പിൾസ് കൊടുത്തു, കുറേ ആട്രിബ്യൂട്ട്സ് കൊടുത്തു, അതിൻ്റെ വാല്യൂ റേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇനി അതിനെ ഡിഫൈൻ ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾസും ആട്രിബ്യൂട്ട്സും ഒക്കെ വെച്ചിട്ട് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അനിമൽ എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുക, അതാണ് റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന ലിവിങ് ഓർഗാനിസത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, അനിമൽസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എലമെൻറ്റ്സ് ഓഫ് കൺസെപ്റ്റിൽ വരുന്നത്. ഇനി അടുത്തത്, ആൻ ഇൻഡിവിജ്വൽ മേ ബി സെയ്ഡ് ടു ഹാവ് അറ്റൈൻഡ് എ കൺസെപ്റ്റ് ഇഫ് ഹി പൊസസ്. ഒരാൾ ആ ഒരു കൺസെപ്റ്റ്, അനിമൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ വേറെ ഏതാണോ കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് അറ്റൈൻ ചെയ്തു എന്നുണ്ടെങ്കിൽ അയാൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊസസ് ചെയ്തിരിക്കണം. എബിലിറ്റി ടു കാറ്റഗറൈസ് എക്സാംപ്ലാസസ് ആൻഡ് നോൺ എക്സാംപ്ലാസസ്. അതായത് ഇപ്പോൾ
എസ് ഓർ നോ കൊടുത്തിട്ട് അതായത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾസ് അപ്പോൾ നമ്മൾ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതിൽ കുറേ പ്ലാന്റ്സും ഒരുപാട് അനിമൽസും കുറേ മറ്റെന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഫർണിച്ചറോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നമുക്ക് അനിമൽസിന് മാത്രം നമുക്ക് ഇതാണ് അനിമൽസിന് വരുന്ന എക്സാമ്പിളാസ്. അതിൽ ഏതൊക്കെയാണ് നോൺ എക്സാമ്പിളാസ് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എസ് ഓർ നോ കൊടുത്തിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം. അടുത്തത് എബിലിറ്റി ടു ഡിസ്ക്രൈബ്സ് ദ എക്സാമ്പിൾസ് ഇൻ ടേംസ് ഓഫ് ദ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് ജസ്റ്റിഫൈ ദ കാറ്റഗറൈസേഷൻ. നമ്മളിപ്പോൾ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കുറേ എക്സാമ്പിൾസ് കൂട്ടി വെച്ചു അല്ലേ. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്? അതിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവുമല്ലോ. അതെന്താണെന്നുള്ളത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഇതിനെ ഈ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം എന്ന് നമുക്ക് പറയാൻ പറ്റണം. കൂടാതെ ability to precisely define the concept in terms of the essential attributes. എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഏറ്റവും ചെറുതാക്കിയിട്ട് ഡീലിമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പ്രിസൈസ്ലി അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അടുത്ത എബിലിറ്റി ടു ജനറേറ്റ് വൺസ് ഓൺ എക്സാമ്പിൾസ് ആൻഡ് ജസ്റ്റിഫൈസ്. അപ്പോൾ നമുക്ക് ഈ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഈ ടീച്ചേഴ്സ് തന്ന എക്സാമ്പിൾസ് മാത്രമല്ലല്ലോ, നമുക്ക് കുറേ എക്സാമ്പിൾസ് കൂട്ടിച്ചേർക്കാൻ പറ്റില്ലേ അനിമൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ. അപ്പോൾ അതിന് നമ്മളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഈ അനിമൽസ് എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഓരോ കൺസെപ്റ്റിനും നമ്മളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതെന്തുകൊണ്ട് ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ വരുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനും പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കൺസെപ്റ്റ് അറ്റൈൻ ചെയ്തു എന്ന് പറയുന്ന ആൾ പ്രോസസ് ചെയ്യേണ്ട കാര്യങ്ങൾ. എബിലിറ്റി ടു കാറ്റഗറൈസ് എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസിനെയും നോൺ എക്സാമ്പിൾസിനെയും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എബിലിറ്റി ടു ഡിസ്ക്രൈബ്സ് ദ എക്സാമ്പിൾസ് ഇൻ ടേംസ് ഓഫ് ദ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് ജസ്റ്റിഫൈ ദ കാറ്റഗറൈസേഷൻ. അതായത് എക്സാമ്പിൾസിനെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സിനനുസരിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. അടുത്തത് എബിലിറ്റി ടു പ്രിസൈസ്ലി ഡിഫൈൻ ദ കൺസെപ്റ്റ് ഇൻ ടേംസ് ഓഫ് ദ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സിനനുസരിച്ചിട്ട് ആ ഒരു കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അടുത്ത എബിലിറ്റി ടു ജനറേറ്റ് വൺസ് ഓൺ എക്സാമ്പിൾസ് ആൻഡ് ജസ്റ്റിഫൈ, നമ്മളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് അതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റണം. ഇനി അടുത്തത് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ മോഡൽ. നമ്മൾ ഈ ഒരു മോഡൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ എലമെൻറ്റ്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിച്ചിരുന്നു അല്ലേ, മുമ്പ് ചെയ്ത വീഡിയോസിൽ നമ്മളതെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം വരിക കേട്ടോ, എന്നാലേ നമുക്ക് ഇതൊന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ വരുന്നതാണ് സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചർ ആൻഡ് എഫക്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം സിൻടാക്സ് എന്താണെന്നുള്ളത് നോക്കാം. എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അതാണ് ഈ സിൻടാക്സിൽ പറയുന്നത്. ആദ്യം നമ്മൾ പ്രസൻറ്റേഷൻ ഓഫ് ദ ഡേറ്റ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ കൺസെപ്റ്റ്. നമ്മൾ എന്താണോ ഏത് ഡേറ്റയാണോ കൊടുക്കുന്നത്, അതായത് ചിത്രങ്ങളായിട്ടാണോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടാണോ, നമ്മൾ ആ ഡേറ്റ പ്രസൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കൺസെപ്റ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിൽ അനിമൽസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അടുത്ത ടെസ്റ്റിംഗ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് ദ കൺസെപ്റ്റ്. കുട്ടികൾ കൺസെപ്റ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ. എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം അല്ലേ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്ക് ആ കൺസെപ്റ്റ് അവർ അറ്റൈൻ ചെയ്തോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത അനാലിസിസ് ഓഫ് ദ തിങ്കിങ് സ്ട്രാറ്റജീസസ്. അവർ ശരിയായിട്ടുള്ള രീതിയിലാണോ അവർ തിങ്ക് ചെയ്യുന്നത്, ആ ഒരു കൺസെപ്റ്റ് ഫോർമേഷൻ അവർ ശരിയായിട്ടുള്ള രീതിയിലൂടെയാണോ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് അസസ്മെൻറ്റ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് സിൻടാക്സിൽ വരുന്നത്. അടുത്തത് സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ റോൾസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഈ ഒരു മോഡലിൽ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്, ടീച്ചറാണോ ഡോമിനേറ്റ് ചെയ്യുന്നത്, കുട്ടികളാണോ ഡോമിനേറ്റ് ചെയ്യുന്നത്, ടീച്ചറാണോ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈലി സ്ട്രക്ചേർഡ് ആയിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ടീച്ചറാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് ടീച്ചറാണല്ലേ. ഇപ്പോൾ പിക്ചർ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ചാർട്ട് കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും ടീച്ചറാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഹൈലി സ്ട്രക്ചേർഡ് ആയിരിക്കും, ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഹൈലി സ്ട്രക്ചേർഡ് ആയിരിക്കും, ടീച്ചറാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും, കുറേ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് ഇതിന് എസ് കൊടുക്കാം അല്ലെങ്കിൽ ഇതിന് നോ കൊടുക്കാം, ഇത് പോസിറ്റീവ് എക്സാമ്പിൾസ് ആണ്, ഇത് നെഗറ്റീവ് എക്സാമ്പിൾസ് ആണ് എന്നുള്ളതൊക്കെ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ എന്താണ്, അവിടെ കുട്ടികളുടെ റോളാണ് കുറച്ചും കൂടി ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ്. അവസാനം ആകുമ്പോഴേക്ക് കുട്ടികളാണ് എക്സാമ്പിൾസ്, നോൺ എക്സാമ്പിൾസ്, ഇതിന് യോജിച്ചിട്ടുള്ള എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ആണ്, ഇതിന് യോജിച്ചിട്ടുള്ള യോജിക്കാത്ത നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ആണ്, അതുപോലെ തന്നെ അതിനൊരു കൺസെപ്റ്റിനൊരു ഡെഫിനേഷൻ കൊടുക്കുന്നതൊക്കെ കുട്ടികളാണ്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴേക്കും അത് ലോ സ്ട്രക്ചേർഡ് ആയിരിക്കും, ടീച്ചറുടെ റോള് കുറവായിരിക്കും.
അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ടീച്ചറുടെ റോൾ. ടീച്ചർ എങ്ങനെയാണ് കുട്ടികളുടെ പിന്നെ റെസ്പോൺസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷനിൽ വരുന്നത്. ടീച്ചർ എന്തായിരിക്കണം? ഒരു ഗൈഡ് ആയിരിക്കണം, മോട്ടിവേറ്റർ ആയിരിക്കണം, ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കുട്ടികൾ ശരിയായിട്ടുള്ള രീതിയിലാണോ ആ കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്ന ട്രാക്കിലൂടെ പോകുന്നത് എന്നുള്ളത് ടീച്ചർ എന്ത് ചെയ്യണം? നോക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അസസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷനിൽ വരുന്നത്. അടുത്ത സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പിക്ചേഴ്സ് ഉപയോഗിച്ചു, ചാർട്ട്സ് ഉപയോഗിച്ചു, വീഡിയോസ് ഉപയോഗിച്ചു, മറ്റ് ചില മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചു. അല്ല, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് അതിലേക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് വരിക. ഒരു ഫ്രീ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൻ്റ് എഫക്റ്റ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് അറിവുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരുപാട് അറിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് നേച്ചറൻ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ നേച്ചറൻ്റ് എഫക്റ്റ് നമ്മൾ ഹിഡൻ കരിക്കുലം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ വെള്ളത്തിനെ കുറിച്ചിട്ടുള്ളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം സംരക്ഷിക്കണം എന്നുള്ളത് നമുക്ക് അതിൽ ഹിഡൻ ആയിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതാണ് നേച്ചറൻ്റ് എഫക്റ്റിൽ വരുന്നത്, നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഗെറ്റിംഗ് ക്ലിയർ നോഷൻസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ദ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അടുത്ത ഡെവലപ്പിംഗ് സ്കിൽസ് ഇൻ യൂസിങ് അപ്രോപ്രിയേറ്റ് കൺസെപ്റ്റ് ബിൽഡിംഗ് സ്ട്രാറ്റജീസസ്. അപ്രോപ്രിയേറ്റ് കൺസെപ്റ്റ് ബിൽഡിംഗ് സ്ട്രാറ്റജീസസ് യൂസ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ നമുക്കൊരു കൺസെപ്റ്റ് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ? അടുത്തത് അറ്റൈനിങ് ദ സ്പെസിഫിക് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് അറ്റൈൻ ചെയ്യാൻ പറ്റും. അടുത്തത് ഡെവലപ്പ് സ്കിൽസ് ഇൻ ഇൻഡക്റ്റീവ് റീസണിങ്, അതായത് പെർട്ടിക്കുലർ ടു ജനറൽ. ഒരുപാട് എക്സാമ്പിൾസിൽ നിന്ന് അതിനെ ജനറലൈസ് ചെയ്ത് ഒരു അനിമൽസിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് കണ്ട് പിന്നെ അത് അനിമൽസ് ആണെന്നുള്ളത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ പെർട്ടിക്കുലർ ടു ജനറൽ ആ ഒരു ഇൻഡക്റ്റീവ് റീസണിങ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് നേച്ചറൻ്റ് എഫക്റ്റ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്? സെൻസിറ്റിവിറ്റി ടു ലോജിക്കൽ റീസണിങ്, നമ്മൾ ലോജിക്കൽ റീസണിങ്ങിനുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. അടുത്ത് ടോളറൻസസ് ഓഫ് ആംബിഗ്വിറ്റി ആൻഡ് ഇനീഷ്യൽ എറേഴ്സസ്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഇനീഷ്യൽ എറേഴ്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? ടോളറേറ്റ് ചെയ്യാൻ പറ്റും. എ സെൻസ് ഓഫ് യൂസിങ് അൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്സ്, ഒരു കാര്യത്തിനെ മറ്റു പല രീതിയിൽ നമുക്ക് നോക്കി കാണാനൊക്കെ പറ്റും അല്ലേ? അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ പറയാനുള്ളത്. ആദ്യം എഴുതുക ഏത് ഫാമിലിയിൽ വരുന്നതാണ്, ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, എന്താണ് കൺസെപ്റ്റിൻ്റെ മീനിങ്, പിന്നെ ബ്രൂണറെ സംബന്ധിച്ചിടത്തോളം ഈ കൺസെപ്റ്റിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. പിന്നെന്താ, നമ്മൾ ഓരോ പിന്നെ ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് എഴുതുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് എത്തുക. പിന്നെ എലമെൻറ്റ്സ് ഓഫ് കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? നെയിമും എക്സാംപ്ലാസും ആട്രിബ്യൂട്ട്സും വാല്യൂ റേഞ്ചും റൂളും. പിന്നെ ഒരു ഇൻഡിവിജ്വൽ ആ കൺസെപ്റ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ പ്രൊസസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. പിന്നെ ഈ ഒരു ലെസൺ പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം, ഇൻസ്ട്രക്ഷൻ ആൻഡ് നർച്ചർ ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ഫാമിലിയിൽ വരുന്നതാണ്. കുട്ടികളെ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഫോസ്റ്റർ ചെയ്യാന്നുള്ള എയിമോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ഫാമിലിയിൽ വരുന്നതാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റിച്ചാർഡ് സെച്ച്മാൻ ആണ്. അതിൻ്റെ ഗോൾ to help the students develop the intellectual disciplines and skills necessary to raise questions and search out answers. എന്താണ് കുട്ടികളിൽ ഇൻ്റലക്ച്വൽ ഡിസിപ്ലിൻസ്, അതുപോലെ തന്നെ സ്കിൽസ്, ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിനുള്ള ഉത്തരം കണ്ടെത്താനും കുട്ടികളുടെ ആ ഒരു ത്വര ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗോളായിട്ട് വരുന്നത്. ഇനി എന്തൊക്കെ അസംഷൻസിൻ്റെ ബേസിലാണ് ഈ ഒരു മോഡൽ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓൾ നോളജ് ഈസ് ടെൻറ്റേറ്റീവ്. എല്ലാ നോളജും ടെൻറ്റേറ്റീവാണ്. താൽക്കാലികമായിട്ടുള്ളൊരു ഉത്തരം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിന് ഒരുപാട് മറ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പല ഉത്തരങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും അറിവുകൾ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നോളജിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ അല്ലേ? അടുത്തത് പീപ്പിൾ ഇൻക്വയർ നാച്ചുറലി വെൻ ദേ ആർ പസിൽസ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ എത്തി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പസിൽഡ് സിറ്റുവേഷനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് നമുക്ക് ഇൻക്വയറി ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് അറിയണം എന്നുള്ള കാര്യം വരുന്നത്. അത് നാച്ചുറലി വരുന്നൊരു കാര്യമാണ്. അടുത്തത് ദർ കനോട്ട് ബി വൺ ആൻസർ ടു പെർട്ടിക്കുലർ കോസ്റ്റ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻസ്. കോസ്റ്റ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻസിന് സഹിതം എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അതിനെന്താണ് ഒരൊറ്റ ഉത്തരം മാത്രമായിരിക്കില്ല ഉണ്ടാവുക. നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, അതിനെ ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പോയിന്റ്സ്, കൂടുതൽ നോളജ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയണം അല്ലേ. അപ്പോൾ ഇൻക്വയറി ചെയ്യണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്വയറി ചെയ്യണം. അപ്പോൾ ഇനി നമുക്കതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരു മോഡൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അതായത് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ നമ്മൾ ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അതിൽ വരുന്ന സ്റ്റെപ്സ്. എൻകൗണ്ടർ വിത്ത് ദ പ്രോബ്ലം, അതായത് നമ്മൾ ആ പ്രോബ്ലം എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എൻകൗണ്ടർ ചെയ്യണം. അപ്പോൾ എൻകൗണ്ടർ വിത്ത് ദ പ്രോബ്ലത്തിൽ വരുന്നതാണ് ടീച്ചർ എക്സ്പ്ലെയിൻ ദ ഇൻക്വയറി പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഈ ഇൻക്വയറി പ്രോസസ്സ്, എന്താണ് ഈ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇൻക്വയറി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ടീച്ചർ ആദ്യം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. എന്നിട്ട് ടീച്ചർ പ്രസൻറ്റ് ഡിസ്ക്രിപ്റ്റൻ്റ് ഇവൻറ്റ്. ഇപ്പോൾ ടീച്ചർ ഒരു സിറ്റുവേഷൻ കുട്ടികളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും വെയിലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി പെട്ടെന്ന് ക്ഷീണിതനായിട്ട് തലകറങ്ങി വീണു എന്നുള്ളൊരു സിറ്റുവേഷൻ കൊടുക്കുക. അടുത്തത് ഡേറ്റ ഗ്യാതറിംഗ് വെരിഫിക്കേഷൻ. ലേണേഴ്സ് വെരിഫൈ ദ നേച്ചർ ഓഫ് ദ ഒബ്ജക്ട്സ് ആൻഡ് കണ്ടീഷൻസ്. ലേണേഴ്സ് വെരിഫൈ ദ ഒക്കറൻസ് ഓഫ് ദ സിറ്റുവേഷൻ. അപ്പോൾ ടീച്ചർ ഇനി പറയാം, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾക്ക് എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷേ എസ് ഓർ നോ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുട്ടികൾ എസ് ഓർ നോ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ഫ്രെയിം ചെയ്യും. അതിലൂടെ അവർക്ക് ആ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റണം. കൂടാതെ ലേണേഴ്സ് വെരിഫൈ ദ ഒക്കറൻസസ് ഓഫ് ദ സിറ്റുവേഷൻസ്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താ, അതിൻ്റെ പിന്നിലുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, ആ കുട്ടികൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം. ഏതിലൂടെ? കുട്ടികളുടെ ചോദ്യങ്ങളിലൂടെ. അടുത്തത് ഡേറ്റ ഗ്യാതറിങ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. അപ്പോൾ കുട്ടികൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കുട്ടികൾക്കിപ്പോൾ എസ് എന്നുള്ള ആൻസർ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അവരതിൽ നിന്നൊരു റിലേഷൻ കണ്ടുപിടിക്കും. ഇപ്പോൾ കുട്ടി ഒരു ദാരിദ്ര്യ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. കുട്ടിക്ക് ഫുഡൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കുട്ടിക്ക് കിട്ടുന്നില്ല, എസ് എന്നുള്ള ഉത്തരം കിട്ടി. പിന്നെ കൂടാതെ കുട്ടിക്ക് പെട്ടെന്ന് ക്ഷീണം വരാറുണ്ടായിരുന്നു, കുട്ടി തളർന്ന് വീഴാറുണ്ടായിരുന്നു, എസ് വേറൊരു കൺസെപ്റ്റ് കിട്ടി. അപ്പോൾ കുട്ടിയുടെ ഏജ് എത്രയാണ്, പിന്നെ കൗമാരക്കാരനാണോ, എസ് എന്നുള്ള അങ്ങനെ ഒരുപാട് ആ ഒരു കൺസെപ്റ്റ് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിന് എസ് അല്ലെങ്കിൽ നോ എന്നുള്ള, അപ്പോൾ എസ് എന്നുള്ള ആൻസർ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പാകത്തിന് ഈ ഒരു ക്വസ്റ്റ്യൻസിനെല്ലാം ഒന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്, അതിൻ്റെ എന്തൊക്കെ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, അതിനൊരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് അവർ ഒരു ഹൈപ്പോത്തിസിസ്, അതായിട്ടുള്ളൊരു ടെൻറ്റേറ്റീവ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഡേറ്റ ഗ്യാതറിങ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ എന്നതിലേക്ക് വരുന്നത്. അടുത്ത ഫോർമുലേഷൻ ഓഫ് എക്സ്പ്ലനേഷനിൽ വരുന്നത് അവരെത്തിച്ചേർന്നിട്ടുള്ള, ഇപ്പോൾ കുട്ടിക്ക് ഫുഡ് നല്ല രീതിയിൽ കിട്ടുന്നില്ല, കൗമാരക്കാരനായിട്ടുള്ളൊരു കുട്ടിയാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തളർച്ച വരുന്നുണ്ട്, അപ്പോൾ വിളർച്ച എന്ന് പറയുന്ന ഒരു അസുഖവും കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അവരുടെ ക്വസ്റ്റ്യനിൽ നിന്ന് അവർ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം ഇതാണ് എന്നുള്ളതാണ് അവരുടെ ഈ ഫോർമുലേഷൻ ഓഫ് എക്സ്പ്ലനേഷനിലേക്ക് എത്താം. ഇനി അനാലിസിസ് ഓഫ് ദ ഇൻക്വയറി. അവർ ചെയ്ത രീതി, അവർ ഈ ഇൻക്വയറി നടത്തിയിട്ടുള്ള രീതി എല്ലാം ശരിയായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാം. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നോ, ക്വസ്റ്റ്യൻസ് വേറെ ഫ്രെയിം ചെയ്തിട്ട് പറ്റുമായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ സിൻടാക്സ് കഴിഞ്ഞു, സ്റ്റെപ്സ് കഴിഞ്ഞു. ഇനി സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു റിലേഷനാണ്.
ദ സോഷ്യൽ സിസ്റ്റം ഈസ് കോപ്പറേഷൻ, അതായത് കുട്ടികളും ടീച്ചേഴ്സും ഒരുപാട് ഒരുപോലെ ഇൻറ്ററാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മോഡലാണ് ഈ ഒരു ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത്. കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ടീച്ചർ അതിന് ആൻസർ പറയാൻ അല്ലെങ്കിൽ ടീച്ചർ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് അവിടെ വർത്തിക്കണം. ദ ടീച്ചർ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ടാസ്ക് ടു പെർഫോം. ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുട്ടികൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അത് റെലവൻ്റ് ആണോ ഇറലവൻ്റ് ആണോ, പിന്നെ ഇനിയിപ്പോൾ എസ് ഓർ നോ ആൻസർ വരാത്തതാണെന്നുണ്ടെങ്കിൽ അത് എസ് ഓർ നോ ആൻസറിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആക്കിയിട്ട് റീഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും, റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർക്ക് അവിടെ ചെയ്യാനുണ്ട്. അടുത്തത് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എംഫസൈസസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണല്ലോ, എല്ലാ കുട്ടികളും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിന് ഓപ്പൺ ക്ലാസ് റൂം ക്ലൈമറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ അതിന് അനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ടീച്ചറും കുട്ടികളും ഒക്കെ പങ്കെടുത്തിട്ട് അതിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് പർപ്പസിനനുസരിച്ചുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളത്, കുട്ടികളുടെ റെസ്പോൺസിനോട് ടീച്ചർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ടീച്ചറുടെ റോൾ എന്താണെന്നുള്ളത് പറയാണ്. ദ ടാസ്ക് ഓഫ് ദ ടീച്ചർ ക്യാൻ ബി സമ്മഡ് അപ്പ് ആസ് ഗിവൺ ബിലോ. ടീച്ചറുടെ ടാസ്ക് എന്തൊക്കെയാണെന്നുള്ളത്: എൻഷുർ ദാറ്റ് ദ ഫ്രേസിങ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇസ് ഡൺ കറക്റ്റ്ലി. അതായത് ഒരു ഡബിൾ ബാരൽ ക്വസ്റ്റ്യൻസ് വരാൻ പാടില്ല. അവിടെ എസ് ഓർ നോ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ കുട്ടികൾ ആ ഒരു രീതിയിലേക്ക് ക്വസ്റ്റ്യൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യണം, ഗൈഡ് ചെയ്യണം. അടുത്ത ആസ്ക് സ്റ്റുഡൻസ് ടു റീഫ്രൈസ് ഇൻവാലിഡ് ആൻഡ് വാഗ്യൂ ക്വസ്റ്റ്യൻസ്. ഇൻവാലിഡും അതുപോലെ തന്നെ വാഗ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ റീഫ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയണം. അടുത്ത പോയിന്റ് ഔട്ട് ദ അൺവാലിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അൺവാലിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു തലകറങ്ങി കുട്ടി വീണു എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഇടയിൽ വേറെ ഒരുപാട് കുട്ടി കുറേ നേരം കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെ ഒരുപാട് ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്താതെ കുട്ടികൾ പല വഴിയിലേക്കും പോവാം, പല രീതിയിലും കുട്ടികൾ ചിന്തിക്കാം. അപ്പോൾ അതിലേക്കൊന്നും പോവാതെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ടീച്ചറെ. അടുത്ത യൂസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഇൻക്വയറി പ്രോസസ്സിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുക. അടുത്തത് നെയ്തർ അപ്രൂവ് നോർ റിജക്റ്റ് സ്റ്റുഡൻസ് തിയറീസസ്. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് അംഗീകരിക്കുകയോ മുഴുവനായിട്ട് റിജക്റ്റ് ചെയ്യാൻ പാടില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്, അവരെത്തി നിൽക്കുന്നതിൽ നിന്ന് അവരെ റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. യഥാർത്ഥ സൊല്യൂഷനിലേക്ക് അവരെന്ത് ചെയ്യണം, റീഡയറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അടുത്തത് സപ്പോർട്ട് സിസ്റ്റം. എന്തൊക്കെ മെറ്റീരിയലാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്? സെറ്റ് ഓഫ് ഡിസ്ക്രിപ്റ്റൻ്റ് ഇവൻറ്റ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, കുട്ടി തലമിന്നി വീഴുക എന്നുള്ളത് മാത്രം ഒരു ഇവൻറ്റ് ഇട്ട് കൊടുക്കണ്ട. വേറെ ഏതെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ വീഡിയോസോ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത ടീച്ചേഴ്സ് നോളജസ് ഓഫ് ദ ഇൻക്വയറി പ്രോസസ്സ്. ടീച്ചേഴ്സ് നോളജ് ഓഫ് ഇൻക്വയറി പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ടീച്ചറുടെ നോളജ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത റിസോഴ്സ് മെറ്റീരിയൽസ്. വേറെ എന്തെങ്കിലും റിസോഴ്സ് മെറ്റീരിയൽസ് നമ്മൾ ഈ ഒരു ഇൻക്വയറി പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. ഇനി ഇൻസ്ട്രക്ഷണൽ ആൻഡ് നേർച്ചർ ആൻഡ് എഫക്റ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് കിട്ടുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് സയൻറ്റിഫിക് പ്രോസസ് സ്കിൽസ്. അതായത് സയൻറ്റിഫിക് പ്രോസസ് സ്കിൽസ് ഏതൊക്കെയാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇതൊക്കെ എന്താണ്, പ്രോസസ് സ്കിൽസ് ആണ്. ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതെല്ലാം നമ്മളുടെ പ്രോസസ് സ്കിൽസ് ആണ്. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അടുത്തത് സ്ട്രാറ്റജീസ് ഫോർ ക്രിയേറ്റീവ് എൻക്വയറി. നമ്മൾ ഒരു കാര്യം പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ പുതിയ നോളജ് ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ, അപ്പോൾ അതിനുള്ള സ്ട്രാറ്റജീസസ്. അടുത്തത് നേച്ചർ ആൻഡ് എഫക്റ്റ്. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് കിട്ടുന്നത്, സ്പിരിറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലെ, അതിനുള്ള സ്പിരിറ്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അടുത്ത ഓട്ടോണമി ഇൻ ലേണിംഗ്. നമ്മളുടെ ലേണിങ്ങിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഓട്ടോണമി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലേ, നമ്മൾ പഠിക്കണം, നമ്മൾ സ്വയം പഠിക്കണം. അടുത്ത ടോളറൻസ് ഓഫ് ദ ആംബിഗ്വിറ്റി. അതായത് സംശയാത്മകമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സൊല്യൂഷനിലേക്ക് എത്താനുള്ളൊരു ക്ഷമ നമ്മൾ അല്ലെങ്കിൽ ഒരു ടോളറൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലേ. അടുത്ത ടെൻറ്റേറ്റീവ് നേച്ചർ ഓഫ് ദ നോളജ്. എല്ലാ നോളജും താൽക്കാലികമാണ് അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ നോളജ് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇത്രയാണ് നമ്മളുടെ എന്തിൽ പറയുന്നത്,
ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ആരാണ് കൊണ്ടുവന്നത്, ഏത് ഫാമിലിയിൽ വരുന്നു, അതിൻ്റെ ഗോൾ എന്താണ്, എന്തൊക്കെ അസംഷൻസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പിന്നെ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്, സിൻടാക്സിൽ വരുന്നത് ആദ്യം നമ്മളൊരു ഇവൻറ്റ് കൊടുത്തു, പിന്നെ ഡാറ്റ ഗ്യാതറിങ് ആൻഡ് വെരിഫിക്കേഷൻ, കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി, അതിനുശേഷം ഡാറ്റ ഗ്യാതറിങ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, കുട്ടികൾ എന്ത് ചെയ്തു, അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ നിന്ന് അവർ ചില കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ ശരിയായിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അതിന് റെലവൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത ഫോർമുലേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ, കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അടുത്തത് അനാലിസിസ് ഓഫ് ദ ഇൻക്വയറി അവർ ചെയ്ത രീതിയൊക്കെ ശരിയാണോ എന്നുള്ള, അല്ലെങ്കിൽ ബെറ്റർ വൺ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റി. അടുത്തത് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ടീച്ചറും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ടീച്ചറുടെയും കുട്ടികളുടെയും റോൾ ഒരുപോലെ ആവശ്യമുള്ളൊരു മോഡലാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് എംഫസൈസ് ചെയ്യുന്നത്. ടീച്ചർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ടാസ്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ, ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് കുട്ടികളെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവാലിഡ് വാല്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ റീഫ്രൈസ് ചെയ്യുക. അതുപോലെ അൺവാലിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുക. എൻക്വയറി പ്രോസസ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. പിന്നെ കുട്ടികളുടെ തിയറീസിനെ മുഴുവനായിട്ട് റിജക്റ്റ് ചെയ്യുകയും മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യാതിരിക്കുക. അടുത്ത സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചോ ഈ ഒരു കൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷനിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതൊക്കെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ വരും. ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചർ ആൻഡ് എഫക്റ്റ്, സയൻറ്റിഫിക് പ്രോസസ് സ്കിൽസ്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഫോർ ക്രിയേറ്റീവ് ഇൻക്വയറി എന്നുള്ളത് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് ആണ്. നർച്ചർ ആൻഡ് എഫക്റ്റ് സ്പിരിറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഓട്ടോണമി ഇൻ ലേണിംഗ്, ടോളറൻസ് ഓഫ് ആംബിഗ്വിറ്റി, ടെൻറ്റേറ്റീവ് നേച്ചർ ഓഫ് നോളജ്, ഇതൊക്കെ നർച്ചർ ആൻഡ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. എക്സാം ഇങ്ങ് അടുത്തു അല്ലേ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം പോയിന്റ് വൈസ് പഠിക്കാൻ നോക്കുക. ഒരുപാട് ടെക്സ്റ്റിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും കണ്ടിട്ട് പേടിച്ചു പോകാതെ, പിന്നെ നിങ്ങൾ 10 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഓരോന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനുള്ളത്. താങ്ക് യു.